കേരളത്തിൽ സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ ഓണം ബമ്പർ ടിക്കറ്റ് കച്ചവടം പൊടിപൊടിക്കുകയാണ്. 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനവും മറ്റനവധി സമ്മാനങ്ങളും നൽകുന്ന ഓണം ബമ്പർ തനിച്ചും ഗ്രൂപ്പായുമൊക്കെ വാങ്ങുന്നവർ ഏറെയാണ്. ഇപ്പോഴിതാ ഓണം ബമ്പറിൻ്റെ വ്യാജൻ വലിയ തോതിൽ രംഗത്തിറങ്ങി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിനോടകം 10 ലക്ഷത്തിലേറെ പേർ തട്ടിപ്പിനിരയായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 500 രൂപ വിലയുള്ള ഓണം ബമ്പർ ലോട്ടറിയുടെ വ്യാജൻ വാങ്ങി പണികിട്ടാതിരിക്കാൻ ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് കേരള സംസ്ഥാന ലോട്ടറിയുടെ ഓണം ബമ്പറിൻ്റെ വിലയും സമ്മാന ഘടനയുമെല്ലാം നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. 500 രൂപ വിലയുള്ള ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായ 50 ലക്ഷം രൂപ ഓരോ പരമ്പരകൾക്കും 2 വീതം സമ്മാനമെന്ന കണക്കിൽ 20 പേർക്ക് ലഭിക്കും. ഓരോ പരമ്പരയിലും 10 പേർക്ക് വീതം 5 ലക്ഷവും 2 ലക്ഷവുമാണ് യഥാക്രമം 4ഉം 5ഉം സമ്മാനങ്ങൾ. സമാശ്വാസ സമ്മാനമായി 9 പേർക്ക് 5 ലക്ഷം രൂപ വീതം ലഭ്യമാകും. ഓണം ബമ്പർ നറുക്കെടുപ്പിന് 5000, 2000, 1000, 500 എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളുമുണ്ട്. ഒന്നാം സമ്മാനമായ 25 കോടി രൂപ അടിച്ചാൽ ഏജന്റ് കമ്മീഷനും നികുതിയും സർചാർജും സെസ്സും കുറച്ച് 12.88 കോടി രൂപയായിരിക്കും ജേതാവിൻ്റെ കയ്യിൽ ലഭിക്കുക. ഇത്രയും ആകർഷകമായ സമ്മാന ഘടന തന്നെയാണ് ഓണം ബമ്പറിനെ ഇത്രയേറെ ജനകീയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരെയും ഇതിൻ്റെ വ്യാജൻ കാണിച്ച് തട്ടിപ്പ് നടത്താനും എളുപ്പമാണ്. ഓൺലൈൻ വഴിയാണ് ഓണം ബമ്പറിൻ്റെ വ്യാജൻ പ്രചരിക്കുന്നത്. കേരള ലോട്ടറി, കേരള മെഗാ മില്യൺ ലോട്ടറി എന്നീ പേരുകളിൽ ആപ്പ് തയ്യാറാക്കിയാണ് തട്ടിപ്പ്. 10 ലക്ഷത്തിലധികം പേർ ഇതിനകം ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്നാണ് വിവരം. ഇഷ്ടമുള്ള നമ്പർ നൽകിയാൽ അതിനനുസരിച്ച് ടിക്കറ്റ് നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. 25 ടിക്കറ്റ് വരെ ഒറ്റ ക്ലിക്കിൽ എടുക്കാമെന്ന വാഗ്ദാനവുമുണ്ട്. ഓണം ബമ്പറിൻ്റെ വിലയായ 500 രൂപയാണ് ഒരു ടിക്കറ്റിന് ഓൺലൈൻ വ്യാജനും ഈടാക്കുന്നത്. ഓൺലൈൻ ലോട്ടറി അടിച്ചാൽ നികുതി പിടിക്കാതെ മുഴുവൻ പണവും നേരിട്ട് അക്കൗണ്ടിലുടൻ ലഭ്യമാകുമെന്നാണ് വാഗ്ദാനം. സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാർ ചിഹ്നവും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങളും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ പണം തട്ടുന്നത്. കേരള ലോട്ടറിയെ വെല്ലും വിധത്തിലുള്ള ഡിസൈനാണ് വ്യാജ ലോട്ടറി ടിക്കറ്റിൻ്റേതും. QR കോഡും ലോട്ടറി ഡയറക്ടറുടെ ഒപ്പും വ്യാജമായി നിർമ്മിച്ചാണ് തട്ടിപ്പുകാർ പണം തട്ടിയെടുക്കുന്നത്. ചെറിയ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തട്ടിപ്പിന് ഇരയാകാതെ നിങ്ങൾക്കും രക്ഷപ്പെടാം. കേരള സംസ്ഥാന ലോട്ടറി പേപ്പർ രൂപത്തിൽ മാത്രമേ പുറത്തിറക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ തട്ടിപ്പിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാകും. അതെ, കേരള സംസ്ഥാന ലോട്ടറിക്ക് ഓൺലൈൻ വിൽപ്പന ഇല്ല. എന്നിട്ടും ഉപഭോക്താക്കളെ കബളിപ്പിച്ചാണ് വ്യാജൻ്റെ വിളയാട്ടം. സംസ്ഥാനത്ത് ഓൺലൈൻ ചൂതാട്ടം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും തട്ടിപ്പുകാർ യഥേഷ്ടം വിഹരിക്കുകയാണ്. ഇനി ലോട്ടറി അടിച്ചാൽ എന്തു ചെയ്യണം എന്ന് നോക്കാം. ലോട്ടറി അടിച്ചാൽ ജില്ലാ ഓഫീസുകളിലോ ഡയറക്ടറേറ്റിലോ ബാങ്കുകളുടെ ശാഖകളിലോ ഹാജരാക്കുകയാണ് വേണ്ടത്. ലോട്ടറിയുടെ പിന്നിൽ നിശ്ചിത സ്ഥലത്ത് പേരും വിലാസവും ഒപ്പും രേഖപ്പെടുത്തണം. നികുതി കിഴിച്ചുള്ള സമ്മാനത്തുക അക്കൗണ്ട് മുഖേനയാണ് നൽകുക.